വളരെ സ്വാദിഷ്ടവും ഒപ്പം ഹെൽത്തിയുമായിട്ടുള്ള ഒരു മധുരപലഹാരമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ചെറുപയർ കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ടയാണ്. നല്ല ടേസ്റ്റിയാണെന്നുള്ളത് മാത്രമല്ല, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറുപയർ എല്ലാവരും വീട്ടിലുള്ള കാര്യമാണല്ലോ. ഞാൻ ഏതായാലും 1 കപ്പ് ചെറുപയറിലാണ് ഇത് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. നല്ലോണം വെള്ളം കളയണം. ഇതുപോലൊരു കപ്പിന് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യം ശർക്കരയാണ്. ഇതേ അളവ്, അതായത് 1 കപ്പ് ശർക്കര 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് തേങ്ങ ചിരവിയത്. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ അല്പം കൂടുതലോ കുറവോ ആയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഈ പാനിലേക്ക് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ കൂട്ടിയിടരുത്. എല്ലാ ചെറുപയറും ഒരുപോലെ മൂത്ത് വരണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം മതി. ഈ ഒരു കളറാവുന്നവരെ നല്ല മൂത്ത മണമൊക്കെ വരും. അതിനുശേഷം നമുക്ക് തേങ്ങയും അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ റോസ്റ്റ് ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് മതി. അതായത് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ട കുറച്ച് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത്രയും മതി. ഇനി ചൂടാറിയ ശേഷം ചെറുപയർ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ചൂട് നല്ലപോലെ ആറിയ ശേഷം മാത്രം പൊടിക്കുക. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. എന്നാലും വളരെ ചെറിയ തരികളുണ്ട്. ആ ഒരു പാകത്തിന് വേണം പൊടിച്ചെടുക്കാൻ. നല്ല നൈസായിട്ടല്ല വരേണ്ടത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ചെറുപയർ വറുത്ത് പൊടിച്ചതും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. അധികം വെള്ളമില്ലാത്ത ശർക്കര ആയതുകൊണ്ട് പിന്നെ ഒരുപാട് പറ്റാനില്ല. ഓൾറെഡി ഇതൊരു കുറുകിയ പാകത്തിലാണ് ഇരിക്കുന്നത്. ചെറുപയർ പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും മധുരം പിടിക്കണം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചെറിയ തീയിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഓൾമോസ്റ്റ് മിക്സായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ആ ചൂടിൽ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അല്പം നെയ്യ് ചേർക്കാം. നെയ്യ് ഓപ്ഷണലാണ്, എന്നാലും അല്പം നെയ്യ് ചേർത്താൽ അതിന് സ്വാദ് കൂടും. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ശർക്കരയൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ ഉരുട്ടാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. ഒട്ടും സംശയിക്കേണ്ട. ചെറു ചൂടോടെ തന്നെ അങ്ങ് ഉരുട്ടാം. നല്ല എളുപ്പത്തിൽ തന്നെ ഉരുട്ടാൻ പറ്റുന്നുണ്ട്. പൊടിഞ്ഞൊന്നും പോവില്ല. ചൂട് വല്ലാതെ ആറിപ്പോകരുത്. അതിനു മുമ്പ് തന്നെ ഉരുട്ടുക. ഞാനൊരു മീഡിയം സൈസിലാണ് ഉരുട്ടിയെടുക്കുന്നത്.
ഇതിങ്ങനെ നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതിപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയർ ഉണ്ട റെഡിയായിട്ടുണ്ട്. 16 ഉണ്ടയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സ്വാദുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായവും പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.